ഞങ്ങളെ തൊടൂലേ കാക്കൊന്ന് അപ്പിട്ടാല് ആ അപ്പിയിൽ വരെ ഒരു പപ്പായ തരം മുളച്ചു വരും. അങ്ങനെ അപ്പിട്ട് ഒരു 10-100 തെയ്യ് മുളച്ച് നിൽക്കുന്ന പറമ്പുക്കാണ് എൻ്റെ മാപ്പിളെ 2 തെയ്യ് പൈസ കൊടുത്തുകാണ് വാങ്ങി കൊടുന്നിച്ച്. ഒന്ന് കായൊന്നും പിടിക്കാതെ നിങ്ങണ്ട് അങ്ങനെയാണ് പോയും ചെയ്ത്. ഒന്ന് ഒരാളെ പൊക്കത്തിലായപ്പോൾ എന്താ ഇതുപോലെ കായ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മൂപ്പർക്ക് ഒരേ നിർബന്ധം ഫസ്റ്റത്തെ കായ എടുക്കുന്ന സമയത്ത് അത് വീഡിയോ എടുക്കണം തന്നെ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണം കേട്ടോ. ഇത് എന്ത് തെയ്യാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്നൊന്നും മൂപ്പർക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ഞാനാണ് പറഞ്ഞെടുത്തത് ഇത് റെഡ് ലേഡി പപ്പായാണ്, ഇത് നല്ല കളർ ഉണ്ടാവും, പക്ഷേ മധുരം തന്നെ ഉണ്ടാവില്ല കേട്ടോ. പറഞ്ഞമാർക്ക് തന്നെ ആയും ചെയ്തിട്ടാണ്. നിറയെ പപ്പായ ഉണ്ടായതുകൊണ്ടാണോ എന്നറിയില്ല, വഴിയിലൂടെ പോകുന്ന ആൾക്കാരെ നാവിൻ്റെ ഫലം കൊണ്ടാണോ എന്നറിയില്ല, തെയ്യ് കുറച്ചൊന്ന് ചെരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കയറൊക്കെ വെച്ചിട്ട് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അട്ടി മുതൽ മുടി വരെ കായ പിടിക്കുക എന്ന് പറയില്ലേ, അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പപ്പായ പച്ചക്ക് കറി വെച്ച് കഴിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഉപ്പേരി വെച്ച് കഴിക്കണം. പഴുത്ത ഒന്നിനും കൊള്ളൂല. പിന്നെ വേറൊരു കാര്യം പറയാനേ മറന്നുപോയി. വീഡിയോ എടുത്തതിന് ശേഷം 2 ദിവസം കഴിഞ്ഞിട്ട് പപ്പായൻ്റെ തെയ്യ് എവിടെ വെച്ചാണോ കെട്ടിയിട്ടത് ആ ഭാഗത്തിൻ്റെ മുകൾ ഭാഗം അങ്ങോട്ട് ഒടിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോ എടുത്തോണ്ടോണോ എന്നറിയില്ല, നേരത്തെ പറഞ്ഞമാർക്ക് വഴിയിലൂടെ പോകുന്ന ആൾക്കാരെ നാക്കൊണ്ടാണോ എന്നറിയില്ല കേട്ടോ. രാവിലെ എണീച്ച് നോക്കിയപ്പോൾ ഇതാ കിടക്കണ പപ്പായും പപ്പായൻ്റെ തെയ്യും താഴത്ത്.